നമസ്കാരം. JK മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിൽ ജൈവ കർഷകനായ ഏരൂർ മോഹനൻ്റെ കൃഷി വിശേഷങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിൽ ഏരൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിൽ ജൈവ കർഷകനായ മോഹനൻ ചേട്ടൻ്റെ വ്യത്യസ്ത രീതിയിൽ കൃഷി നടത്തി ശ്രദ്ധേയനാവുകയാണ് ഏരൂർ മോഹനൻ. പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത് കോളിഫ്ലവർ, ബ്രോക്കോളി, മൊട്ടക്രോസ്, മറ്റ് കൃഷികളും സംയോജിപ്പിച്ചാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏരൂർ കൃഷി ഫാമിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജൈവ കൃഷി നടത്തി ശ്രദ്ധേയനാവുന്നത്. ഇതിലൂടെ സ്ഥലത്തിൻ്റെ പരമാവധി ഉപയോഗവും മികച്ച വിളവുമാണ് ലഭിക്കുന്നതെന്ന് മോഹനൻ പറയുന്നു. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയോട് സൗഹൃദപരമായി രീതിയിൽ കൃഷി നടത്തി ശ്രദ്ധേയനാവുകയാണ്. മികച്ച പരിപാലനവും കഠിന അധ്വാനവും മൂലം കോളിഫ്ലവറിന് മികച്ച വിളവ് ലഭിക്കുന്നതായി ഏരൂർ മോഹനൻ പറയുന്നു. നിരന്തരമായി ചെയ്യാറുണ്ട്. ഇത് ഞാൻ മാത്രമേ ആദ്യകാലത്ത് ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിലോ ഈ ബ്ലോക്കിലോ ഒക്കെ ഈ കോളിഫ്ലവറും ക്യാബേജും ബർക്കോളി എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ നടാറുണ്ടായിരുന്നത്. പിന്നിപ്പം വ്യാപകമായിട്ട് ബർക്കോളി ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മുടെ ഈ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ പല കർഷകരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത് പന്നിശല്യം ഒരു വലിയൊരു വിഷയമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കീടങ്ങൾ ഇതിനെ ആക്രമിക്കും. കാരണം പുഴുശല്യം ഭയങ്കരമാണ്. ഇത് ഞാൻ ഇതേപോലെ ജൈവ മരുന്നുകൾ ഉണ്ടാക്കിയാണ് ഇതിന് ഒഴിക്കുന്നത്. എങ്കിൽ ഒരു പരിധി വരെ പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസവും അപ്പുറത്തൊക്കെ മാറി ആ ചീനിയെല്ലാം ചേമ്പും എല്ലാം പന്നി മറിച്ച്. പന്നിശല്യം ഒരു വലിയൊരു രൂക്ഷമായ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ കൃഷിഭവനിലും ഒക്കെ പറയുമ്പോൾ അവർ വരികയും കാണുകയൊക്കെ ചെയ്യും. അവരുടെയൊക്കെ സഹകരണമൊക്കെ വളരെ വലുതാണ്. അവർ നമ്മളെ നിർബന്ധിച്ച് പിന്നെയും നമ്മളെ കൊണ്ട് ഈ പച്ചക്കറി കൃഷികളൊക്കെ ഓരോ സീസണിലും ഓരോന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞ് നമ്മളെ പ്രചോദിപ്പിച്ച് ഇടുന്നതിൻ്റെ പേരിലാണ് ഇത് വീണ്ടും നമ്മൾ ഇടുന്നത്. എങ്കിലും നമുക്ക് നല്ല സന്തോഷമുണ്ട് ഇതിനകത്ത്. കാരണം വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അത് അത്യാവശ്യം വേണ്ടുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ കൊടുക്കാനും സാധിക്കും. ബാക്കി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നതുകൊണ്ടാണ് ഇതിൽ നമ്മൾ വിഷമൊന്നും ഉപയോഗിക്കാതെ ഈ പുരാടത്തിൽ ഈ നിലത്തിലെങ്ങും വിഷമോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഇടത്തില്ല. നമ്മളിടുന്ന മൊത്തവും ചാണകപ്പൊടികളും അതുപോലെ തന്നെ ജൈവ വളങ്ങളും ഇട്ടാണ് ഇത് നമ്മൾ വിളയിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു സീസണിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു മാസത്തിനകത്ത് ഇതെല്ലാം അങ്ങ് തീരും. പിന്നെ വേറെ വെറൈറ്റി മറ്റെന്തെങ്കിലും കൃഷികളാണ് നമ്മൾ വാഴയോ അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സീസണുണ്ട്. ആ സീസണിൽ എടുക്കുന്നതാണ്